നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിത്യേ, നിത്യേ, എന്താ അമ്മേ? അങ്ങനെ ഞങ്ങൾ അതങ്ങ് തീരുമാനിച്ചു. ഏത്? എന്തായിരിക്കും ഒന്ന് ഊഹിക്കേ. എനിക്കെങ്ങനെ അറിയാം? നിന്റെ കല്യാണം അച്ഛൻ സമ്മതിച്ചു. അതിന് അച്ഛൻ കിടക്കുമല്ലേ? ആ മനസ്സ് എനിക്ക് കാണാം. ശരത്താണ് വരണമെങ്കിൽ ഈ കല്യാണം നടക്കില്ലമ്മേ. അത് നീയാണോ തീരുമാനിക്കുന്നേ? എന്റെ അഭിപ്രായം തന്നെയാ ഏട്ടത്തി പറഞ്ഞത്. മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നോണം. നിനക്ക് നല്ലൊരു ബന്ധം കിട്ടരുതെന്ന് ഇവക്കുണ്ട്. അതുകൊണ്ടാ അതും ഇതും പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റാൻ ഇവള് ശ്രമിക്കുന്നത്. അതും ഇതും പറഞ്ഞല്ല, വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. എന്താടി ശരത്തുമോനൊരു കുറവ്? പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരെ പൊന്നുമണി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതെടുത്തൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ മനസ്സിലാവും ശരത്ത് ആരാണെന്ന്. ആ നിരഞ്ജന്റെ ബന്ധുവല്ലേ ഈ പറയുന്ന പൊന്നുമണി? ഇന്നത്തെ കാലത്ത് ആർക്കാ കള്ളപ്പരാതി കൊടുക്കാൻ പറ്റാത്തത്? അതിന്റെ പിന്നില് നീയും നിന്റെ വക്കീലും ആയിരിക്കും, ആ സിദ്ധു. അല്ല അമ്മേ, അത് മാത്രമല്ല ശരത്ത് ചെയ്ത കുറ്റങ്ങള്. എനിക്കൊന്നും കേൾക്കണ്ട. ഞങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിന് മാറ്റമില്ല. എന്റെ സമ്മതമില്ലാതെ എന്റെ കല്യാണം നടത്താൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നടത്തൂടി, കല്യാണം ഞങ്ങൾ നടത്തും. ഇത്രയും കാലം എല്ലാരും കൂടി അതങ്ങ് വൈകിപ്പിച്ചു. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. മോളെ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എടി ശരത്തുമോൻ നിന്നെ പൊന്നുപോലെ നോക്കും. വെറുതെ വ്യാമോഹിക്കുവാ നിങ്ങള്. ശരത്ത് നിങ്ങൾ മനസ്സിലാക്കിയ ആളെ അല്ല. അവനെ പോലെ ഒരുത്തനെ ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്താലുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും നിങ്ങക്ക്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അച്ഛൻ സമ്മതിച്ചു പോലും. എനിക്കറിയാം എന്റെ അച്ഛന്റെ മനസ്സ്. സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിലേ അച്ഛനത് പറഞ്ഞേനെ. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അമ്മ സാവകാശം ആലോചിച്ച് നോക്ക്. അപ്പം മനസ്സിലാവും ഞങ്ങള് പറഞ്ഞതാ ശരിയെന്ന്. പാർവതി, വിട്ടുകൊടുക്കരുത്. പ്രയോഗിക്കാവുന്ന സകല ഭീഷണികളും പ്രയോഗിക്കണം. എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുത്തേ പറ്റൂ. അവിടെയാ നീ നിന്റെ മിടുക്ക് കാണിക്കേണ്ടത്. ആ